പാലാ രൂപതയുടെ മാർസ്ലീവ മെഡിസിറ്റിയും രൂപതയുടെ സ്ഥലങ്ങൾ വിൽക്കുന്നതിനുള്ള പരസ്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി തീരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സഭാസ്വത്തും അതിൻ്റെ ക്രയവിക്രയങ്ങളും വീണ്ടും ഊഹാപോഹങ്ങളുടെയും അപവാദങ്ങളുടെയും പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. സഭയുടെ സ്വത്തെന്താണ്? അതെങ്ങനെ രൂപപ്പെടുന്നു? അതിൻ്റെ ഉടമസ്ഥത ആർക്കാണ്? അത് അന്യാധീനപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥ എന്താണ്? എന്നിങ്ങനെ സഭാ നിയമപ്രകാരമുള്ള പല വസ്തുതകളും അറിയാതെയുള്ള ആശയ അപവാദ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചാക്റ്റുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ഒരു വട്ടം വേദി കീഴടക്കിയതാണ് എങ്കിലും ഒരു സന്ദർഭത്തിലും പ്രസക്തി നഷ്ടപ്പെടാത്ത സഭാസ്വത്തിനെ സംബന്ധിക്കുന്ന ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമങ്ങളും സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമവും അടിസ്ഥാനമാക്കിയാണ് ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. കത്തോലിക്കാ സഭയിലെ ഒരു നൈയാമിക വ്യക്തിയുടെ പേരിലുള്ള എല്ലാ വസ്തുവകകളും സഭാസ്വത്താണ് എന്നാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമ സംഹിത നിർവചിച്ചിരിക്കുന്നത്. ഇടവക ഒരു നൈയാമിക വ്യക്തിയാണ്. അതുകൊണ്ട് ഇടവകയുടെ സ്വത്തും സഭാസ്വത്താണ്. സഭാസ്വത്തിൻ്റെ ഭരണത്തെപ്പറ്റിയാണ് സഭാ നിയമം പ്രതിപാദിക്കുന്നത്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങളിലും ഓരോ രൂപതയുടെയും നിയമാവലിയിലും ഇടവകയുടെ സ്വത്തിൻ്റെ ഭരണത്തെപ്പറ്റി വിശദമായ നിർദ്ദേശങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പള്ളിയുടെ സ്വത്ത് എന്നല്ല, ഇടവകയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ സ്വത്ത് എന്നാണ് പറയേണ്ടത്. കാരണം പള്ളി എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് പള്ളി എന്ന കെട്ടിടം മാത്രമാണ്. ഇടവകയുടെ പേരിലുള്ള സ്ഥലങ്ങൾ, പള്ളിക്കെട്ടിടം, മറ്റ് സ്ഥാപനങ്ങൾ, ബാങ്ക് ഡിപ്പോസിറ്റ്, കടപ്പത്രങ്ങൾ, സ്വർണം പോലെയുള്ള വസ്തുക്കൾ, പള്ളിയിലുള്ള കുരിശുകൾ, കുടകൾ, തിരുസ്വരൂപങ്ങൾ, തിരുവസ്ത്രങ്ങൾ, തിരുപാത്രങ്ങൾ, ഫർണിച്ചർ, ഗ്യാസ് കണക്ഷൻ, യന്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാ വസ്തുവകകളും ഉൾപ്പെടുന്നതാണ് ഇടവകയുടെ സ്വത്തുക്കൾ. പള്ളിയുടെ സ്വത്ത് മുഴുവനും വിശ്വാസികളുടെ നേർച്ചയാണ് എന്ന ഒരു വാദഗതി പലയിടങ്ങളിൽ നിന്നായി ഉയരാറുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ഇടവകകളുടെ സ്വത്തുക്കൾ ഉണ്ടാകുന്നത് പല സ്രോതസ്സുകളിൽ നിന്നായിട്ടാണ്. എല്ലാ സ്ഥലത്തും സ്വത്തുണ്ടാകുന്നത് ഒരുപോലെയുമല്ല. പുരാതന ഇടവകകൾക്ക് സ്ഥലം കിട്ടിയിട്ടുള്ളത് കത്തോലിക്കരും അകത്തോലിക്കരുമായ വ്യക്തികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും മറ്റുമാണ്. കുറേ സ്ഥലങ്ങൾ ജനങ്ങളുടെ സംഭാവനകൾ ഉപയോഗിച്ച് വാങ്ങിയതുമുണ്ടാകും. അതിൽ നിന്ന് ലഭിച്ച വരുമാനവും ആ വരുമാനം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നിന്നും കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനവും വിശ്വാസികളുടെ കാലാകാലങ്ങളിലുള്ള സംഭാവനകളുമെല്ലാം ചേർന്നതാണ് ഇന്നുള്ളതുപോലെയുള്ള സ്വത്തുക്കൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള രൂപതകൾക്കും ഇടവകകൾക്കും സ്ഥാപനങ്ങൾക്കും മറ്റും ഭാഗികമായി വിദേശത്തുള്ള കത്തോലിക്കരുടെ സംഭാവനകൾ ലഭിച്ചിട്ടുണ്ടാകാം. പല പള്ളികളും സ്ഥാപനങ്ങളും മറ്റും അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ വരുമാന വർധനവിനുതകുന്ന തരത്തിലുള്ള സംഭാവനകൾ വിദേശത്തു നിന്ന് ലഭിക്കുന്നത് വളരെ വിരളമാണ്. സന്യസ്ത സമൂഹങ്ങൾ സ്ഥലവും പണവും മറ്റും ഇടവകകൾക്ക് കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കൂടുതലായി സംഭവിക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ അതാത് ഇടവകകളിലെ അംഗങ്ങൾ കൊടുക്കുന്ന തുകകളും മറ്റിടവകകളിൽ നിന്ന് വർഷാവർഷം രൂപതാ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് വീതിച്ചു കൊടുക്കുന്ന തുകകളും കൊണ്ട് പല ഇടവകകളിലും പള്ളികളും പള്ളിമുറികളും പണിയുകയും സ്ഥലങ്ങൾ വാങ്ങുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ചില രൂപതകളിൽ വൈദികരും ഇടവക പ്രതിനിധികളും അതേ രൂപതയിലെയോ മറ്റു രൂപതകളിലെയോ ഇടവകകളിൽ പോയി സമാഹരിക്കുന്ന തുകകൾ കൊണ്ടും ഇപ്രകാരം ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓരോ രൂപതയിലും വ്യത്യസ്തമായതുകൊണ്ട് പൊതുവായ ഒരു ഉത്തരം കണ്ടെത്തുക വിഷമകരമാണ്.
പള്ളിയുടെ സ്വത്ത് മുഴുവനായും മെത്രാൻ്റെ അധീനതയിലാണ് എന്ന ഒരു ചിന്ത പൊതുവിലുണ്ട്. ഈ ചിന്തയിൽ അടിസ്ഥാനമിടുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പല എഴുത്തുകളും അഭിപ്രായ പ്രകടനങ്ങളും. എന്നാൽ സഭാ സിവിൽ നിയമങ്ങൾ അനുസരിച്ച് ഇടവകയുടെ സ്വത്തുക്കളെല്ലാം ഇടവക എന്ന നൈയാമിക വ്യക്തിയുടെ ജുറിഡിക് പേഴ്സൻ്റെ അധീനതയിലായിരിക്കും. ഇടവകയ്ക്ക് ഒരു സ്കൂളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമപൂർത്തീകരണത്തിനായി കുറേ സ്വത്തുക്കൾ ആ സ്ഥാപനങ്ങളുടെ പേരിലും ഉണ്ടാകാം. കാരണം അവയും നൈയാമിക വ്യക്തികൾ തന്നെയാണ്. അവയും അവയുടെ സ്വത്തുക്കളും സിവിൽ നിയമങ്ങൾക്ക് വിധേയമായി ഇടവകയുടേത് തന്നെയാണ്. എന്നാൽ പല രൂപതകളിലുമുള്ള സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളാണ് എങ്കിൽ ഇടവകയിലാണെങ്കിലും അവ രൂപത എന്ന നൈയാമിക വ്യക്തിയുടെ സ്വത്തായിട്ടാണ് കരുതപ്പെടുക. അതിനാൽ മെത്രാനോ വികാരിയോ ഒക്കെയാണ് പള്ളി സ്വത്തിൻ്റെ അധികാരി എന്ന് വ്യാഖ്യാനിക്കുന്നത് ഒരു കാരണവശാലും നിയമപരമായി ശരിയല്ല. ഇടവകകളിലെ അധികാരികൾ അടുത്ത കാലങ്ങളിൽ തന്നെ സ്ഥലം മാറുകയോ ഉത്തരവാദിത്വം കൈമാറുകയോ മറ്റും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂസ്വത്തിൻ്റെയും മറ്റും രേഖകൾ ചിലപ്പോൾ രൂപതാ കേന്ദ്രത്തിൽ സൂക്ഷിക്കുന്ന പതിവ് ചില രൂപതകളിലുണ്ട്. ഇടവകകളുടെ ആവശ്യപ്രകാരം അവ കൈമാറുകയും ചെയ്യാറുണ്ട്. മെത്രാനും വൈദികനും ഒന്നും അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇടവകയുടെ സ്വത്തിൻ്റെ യഥാർത്ഥ അവകാശി? ഇടവകയുടെ സ്വത്തിന് മേൽ ഇടവക ജനത്തിന് അധികാരം കിട്ടുമെന്ന ചർച്ചാക്ട് വാദക്കാരുടെ വാദഗതിയുടെ പൊള്ളത്തരവും ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിയമദൃഷ്ടിയിൽ ഇടവക ഒരു നൈയാമിക വ്യക്തിയാണ് എന്ന് നാം കണ്ടു. ആ നൈയാമിക വ്യക്തിയുടേതാണ് ഇടവകയുടെ സ്വത്തിൻ്റെ യഥാർത്ഥ അധികാരി. സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം നിയമദൃഷ്ടിയിൽ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളുമുള്ള നൈയാമിക വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് സ്വത്തുക്കൾ സമ്പാദിക്കാനും അവയുടെ ഉടമസ്ഥ അവകാശം ഉണ്ടായിരിക്കാനും അവ വിൽക്കാനും മറ്റും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്കെതിരെ കേസ് കൊടുക്കാനും കഴിയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് അവയുടെ തന്നെയും സഭയുടെയും സർക്കാരിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. അധികാരി നൈയാമിക വ്യക്തിയാണ് എങ്കിലും നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും അവയെ പ്രതിനിധാനം ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഉദാഹരണത്തിന് ഇടവകയെ പ്രതിനിധീകരിക്കുന്നത് വികാരിയാണ് എങ്കിൽ സ്കൂളിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രകൃതി അനുസരിച്ച് പ്രധാന അധ്യാപകനോ മാനേജരോ ആയിരിക്കും പ്രതിനിധാനം ചെയ്യുക. അവർ സ്വത്തിൻ്റെ ഉടമകളല്ലെങ്കിലും അവരുടെ വാക്കുകളാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന നൈയാമിക വ്യക്തിയുടെ അഭിപ്രായമായി കണക്കാക്കുന്നത്. നിയമത്തിൽ മറ്റെന്തെങ്കിലും രീതി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഒരു നൈയാമിക വ്യക്തിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ആ സ്വത്തുക്കളുടെ സാധാരണ ഭരണം ആരുടെ കയ്യിലാണോ അദ്ദേഹത്തിൻ്റെതാണ് എന്നാണ് പൗരസ്ത്യ സഭകൾക്കുള്ള കാനൻ നിയമ സംഹിത നിഷ്കർഷിക്കുന്നത്. ഇടവക എന്ന ട്രസ്റ്റിൻ്റെ അഥവാ സൊസൈറ്റിയുടെ ജനറൽ ബോഡി യോഗമായ പള്ളി യോഗത്തിൻ്റെ അല്ലെങ്കിൽ തത്തുല്യ സമിതിയായ പ്രതിനിധി യോഗത്തിൻ്റെ സമ്മതത്തോടെ ഇടവക വികാരിക്കും ഇടവകയിലെ കൈക്കാരന്മാർക്കും ഒന്നിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ ഇടവകയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട്. അക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സഭയുടെ പൊതു നിയമങ്ങളും ഇന്ത്യയുടെ സിവിൽ നിയമങ്ങളും അതാത് രൂപതകളുടെ നിയമങ്ങളും നിയമാവലിയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവയും മറ്റുമാണ്. ഇടവക വികാരിയുടെയും കൈക്കാരന്മാരുടെയും ഇക്കാര്യത്തിലുള്ള അധികാരം നിയന്ത്രിക്കുന്നത് കാനൻ നിയമവും പള്ളിയോഗത്തിൻ്റെ നിയമാവലിയും ഓരോ രൂപതയുടെയും നിയമാവലിയുമാണ്. സമിതികളുടെ സമ്മതം നിശ്ചയിക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ്. സാധാരണഗതിയിൽ വോട്ടെടുപ്പൊന്നും ഈ സമിതികളിൽ ഉണ്ടാകാറില്ല. വേണമെങ്കിൽ വോട്ടെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം തേടുകയും ചെയ്യാം. പള്ളി പൊതുയോഗങ്ങളെ വെറും കൂട്ടായ്മകളായോ പല്ലും നഖവുമുള്ള സമിതികളാക്കിയോ മാറ്റാൻ അതിലെ അംഗങ്ങൾക്കാണ് സാധിക്കുക. അവരതിൻ്റെ പ്രവർത്തന നിയമങ്ങൾ പഠിക്കുകയും ധൈര്യപൂർവ്വം നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും വികാരിയച്ഛന് വിട്ടുകൊടുത്തിട്ട് യോഗാംഗങ്ങൾ നിഷ്ക്രിയരായിരുന്നാൽ പൊതുയോഗങ്ങൾ വെറും കൂട്ടായ്മകളായി മാറും. അവകാശങ്ങളോടൊപ്പം
ഉത്തരവാദിത്വങ്ങളും പൊതുയോഗം ഏറ്റെടുക്കേണ്ടതുണ്ട്. പള്ളി പണിയണമെന്ന് തീരുമാനിച്ച് പണം കണ്ടെത്താൻ വികാരിയച്ഛനെ ഏൽപ്പിച്ചാൽ മാത്രം പോരാ. അവർ തന്നെ അതിനാവശ്യമായ കമ്മിറ്റികൾ രൂപീകരിച്ച് പണം സ്വരൂപിക്കുകയും അവ സമയാസമയങ്ങളിൽ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും കണക്ക് കൃത്യമായി എഴുതി ബന്ധപ്പെട്ട സമിതികളിൽ ബോധ്യപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ പണികളുടെ കാര്യങ്ങൾ നോക്കി നടത്താനും അവർ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ പള്ളി പൊതുയോഗങ്ങൾ വെറും കൂട്ടായ്മകൾ മാത്രമാണെന്ന പഴി ഒരിക്കലും കേൾക്കേണ്ടി വരില്ല. എങ്കിലും എല്ലാം പരിപൂർണതയിലാവുക ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. മനുഷ്യർ ഇടപെടുന്നിടത്ത് മാനുഷികമായ ബലഹീനതകൾ കടന്നുകൂടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടല്ലോ. കൈകാര്യം ചെയ്യുന്നവരുടെ അറിവില്ലായ്മയും ബലഹീനതയുമെല്ലാം ഇവിടെയും കടന്നു വരാം. പള്ളിയോഗമോ അല്ലെങ്കിൽ പ്രതിനിധി യോഗമോ എടുക്കുന്ന തീരുമാനങ്ങൾ നിലവിലുള്ള സഭാ നിയമങ്ങൾ അനുസരിച്ച് രൂപത അധ്യക്ഷൻ്റെ അംഗീകാരത്തിന് വിധേയമാണ്. അംഗീകാരം കിട്ടിയാലേ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അതിൽ സിവിൽ നിയമവും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അംഗീകാരം കൊടുക്കുന്നതിന് മുൻപായി പൊതുയോഗത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് രൂപതാ മെത്രാൻ ചോദിക്കാറുണ്ട്. യോഗപുസ്തകത്തിൽ ഒപ്പിട്ടിരിക്കുന്നവരുടെ ലിസ്റ്റാണ് ചോദിക്കുന്നത്. അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന തീരുമാനങ്ങൾ നിയമാനുസൃതം എടുത്തതാണ് എന്നുറപ്പിക്കുന്നതിനാണ് അപ്രകാരം ചെയ്യുന്നത്. അതുപോലെ തന്നെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത പൊതുയോഗ സമ്മേളനം നിയമാനുസൃതം വിളിച്ചു ചേർത്തവയാണെന്നും പങ്കെടുത്തവർ അതിന് അവകാശമുള്ളവർ മാത്രമാണെന്നും ഉറപ്പുവരുത്തിയ ശേഷമാണ് രൂപതാ മെത്രാൻ ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ നൽകുന്നത്. സാധാരണഗതിയിൽ നിയമാനുസൃതം എടുത്ത തീരുമാനങ്ങളെ ഏകപക്ഷീയമായി അംഗീകരിക്കാതിരിക്കാൻ രൂപതാ അധ്യക്ഷന് സാധ്യമല്ല. അതേസമയം തീരെ കുറച്ച് അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ എടുക്കപ്പെടുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ അംഗീകരിക്കാൻ പ്രയാസം നേരിടും. അതുപോലെ തന്നെ നിയമാനുസൃതമല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളും അംഗീകരിക്കപ്പെടാതെ പോകാം. പങ്കെടുക്കേണ്ടവർ യോഗത്തിൽ പങ്കെടുക്കാതെ പിന്നീട് പരാതികൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എങ്കിലും ന്യായമായ പരാതികളുണ്ടെങ്കിൽ അക്കാര്യം ആദ്യം പൊതുയോഗത്തിന് തന്നെ സമർപ്പിക്കുകയും അവരുടെ തീരുമാനത്തിൽ തൃപ്തി വരുന്നില്ലെങ്കിൽ മാത്രം രൂപതാ അധ്യക്ഷനെ സമീപിക്കുകയും ചെയ്യാം. കത്തോലിക്ക സഭയുടെ സ്വത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ വത്തിക്കാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ തലവനായ മാർപ്പാപ്പയാണെന്നും അത് പരമാധികാര രാഷ്ട്രമായ ഭാരതത്തിൽ അനുവദിക്കാൻ പാടില്ലെന്നും വാദിക്കുന്നവരുണ്ട്. ഇവിടെ നാം സഭാ നിയമം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൗരസ്ത്യ സഭകൾക്കായുള്ള നിയമസംഹിതയനുസരിച്ച് എല്ലാ സഭാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്നതിൻ്റെയും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെയും പരമാധികാരം റോമാ മാർപ്പാപ്പയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥ അവകാശം ആ സ്വത്ത് നിയമാനുസൃതം വാങ്ങിയ നൈയാമിക വ്യക്തിയുടേതാണ്. അധികാരി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥൻ എന്നാണ് എങ്കിൽ അത് മാർപ്പാപ്പയല്ല. റോമാ മാർപ്പാപ്പയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സഭാ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെയും പരമാധികാരം മാത്രമാണ്. പരമാധികാരം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അതിന് താഴെ മറ്റ് അധികാര സ്ഥാനങ്ങളുണ്ടെന്നും അവയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വരുമ്പോൾ ഇടപെടാൻ അധികാരമുണ്ടെന്നും പരമാധികാരിയുടെ വാക്ക് അന്തിമമായിരിക്കുമെന്നുമാണ്. പരമാധികാരം ഒരിക്കലും അനുദിന ഭരണത്തെയോ ഉടമസ്ഥതയെയോ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇടവകയുടെ സ്വത്തുക്കൾ ഇഷ്ടം പോലെ വിൽക്കാനോ പണയം വയ്ക്കാനോ ദാനം ചെയ്യാനോ ഒന്നും റോമാ മാർപ്പാപ്പയ്ക്ക് അധികാരമില്ല. കേൾക്കുമ്പോൾ ആദർശപരമെന്ന് തോന്നുമെങ്കിലും അത്ര പ്രായോഗികമായ ഒരാശയമായി ഇതിനെ കാണാനാവില്ല. കാരണം ഒരു രാജ്യത്തെ സർക്കാർ ഖജനാവിലെ പണം മുഴുവൻ ആ രാജ്യത്തെ പൗരന്മാരുടെ പക്കൽ നിന്ന് നികുതിയായി പിരിക്കുന്നതായിരിക്കും എന്നതുകൊണ്ട് അത് ചെലവഴിക്കാൻ ആ പൗരന്മാരുടെ എല്ലാം അനുവാദം വേണം എന്ന് പറയുന്നതിലെ യുക്തിയില്ലായ്മ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ എപ്രകാരമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുക? രൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന്
മുഴുവൻ രൂപതാംഗങ്ങളുടെയും അനുവാദം മേടിക്കുക എന്നത് സാധ്യമായ കാര്യമാണോ? അല്ല. അപ്പോൾ പിന്നെ നിയമമനുസരിച്ച് ആരുടെ അനുവാദമാണോ വേണ്ടത്, ആ അനുവാദം വാങ്ങി അപ്രകാരം പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പൊതുസ്വത്തിൻ്റെ ക്രയവിക്രയത്തിന് സംസ്ഥാനങ്ങളിൽ നിയമസഭയുടെയും കേന്ദ്രത്തിൽ പാർലമെൻറ്റിൻ്റെയും അനുവാദം വാങ്ങിച്ചിരിക്കണം. കാരണം അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവരുടെ അനുവാദം കിട്ടിയാലും ഗവർണറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒപ്പും ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് കത്തോലിക്കാ സഭയിൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ ബന്ധപ്പെട്ട സമിതികളുടെ അനുവാദവും അംഗീകാരവും മേടിക്കേണ്ടത്. വിശ്വാസികളുടെ മുഴുവൻ അനുവാദമെന്നത് അത്തരുണത്തിൽ അപ്രായോഗികമായ ഒരു കാര്യമാണ്. രൂപതാ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് മെത്രാനും മെത്രാൻ്റെ ഇഷ്ടക്കാരുമാണ് എന്ന ആക്ഷേപം തികച്ചും വസ്തുതാവിരുദ്ധമാണ്. സഭാ നിയമങ്ങൾ ഇതിന് വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട്. മെത്രാൻ ഏകപക്ഷീയമായി ആരെയും ഒരു സമിതിയിലും നിയമിക്കുന്നില്ല. രൂപതാ ആലോചനാ സമിതിയോട് ആലോചിച്ചിട്ടാണ് ഒട്ടുമിക്ക നിയമനങ്ങളും നടത്തുന്നത്. ആലോചനാ സമിതിയിലെ അംഗങ്ങളെ രൂപതാ വൈദിക സമിതിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ആവശ്യമായ ആലോചനകൾക്ക് ശേഷം മെത്രാൻ നാമനിർദ്ദേശം ചെയ്യുന്നവരും അതിലുണ്ടാകുമെന്ന് മാത്രം. വൈദിക സമിതിയെ ആകട്ടെ രൂപതയിലെ വൈദികരാണ് സമിതിയുടെ നിയമാവലി അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുന്നത്. രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ അവയുടെ പ്രാധാന്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് കൂരിയ അംഗങ്ങൾ, ആലോചനാ സമിതി, സാമ്പത്തിക കാര്യ സമിതി, വൈദിക സമിതി, വൈദിക സമ്മേളനം, പാസ്റ്ററൽ കൗൺസിൽ തുടങ്ങിയവയോട് നിയമം ആവശ്യപ്പെടുന്ന രീതിയിൽ ആലോചിച്ചിട്ടാണ്. മാത്രവുമല്ല, അത്തരം സാമ്പത്തിക കാര്യങ്ങളുടെ ഇടപെടലുകൾ മെത്രാൻ നേരിട്ടല്ല താനും ചെയ്യുന്നത്. രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രൊക്യുറേറ്റർ വഴിയാണ് അതെല്ലാം ചെയ്യുന്നത്. ചർച്ചകളും തീരുമാനങ്ങളും എടുക്കുന്ന ഈ വേദികളിൽ അൽമായരുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവുമുണ്ട് എന്നതും അവരുടെ അനുവാദവും കൂടി ഉണ്ടെങ്കിലേ നിയമപരമായി ഇത്തരം കാര്യങ്ങൾ സാധ്യമാകൂ എന്ന വസ്തുതയും നിലനിൽക്കുന്നു. ചിലപ്പോഴെങ്കിലും വൈദികർ വിശ്വാസികൾ എന്ന തൽപര കക്ഷികളുടെ വിഭജന യുക്തിയെ വിശ്വാസികളും സ്വീകരിച്ചിരിക്കുന്നതായി കാണാം. ദൈവജനമെന്ന ഏക കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് വൈദികരും അൽമായരും. അൽമായരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വൈദിക വർഗം എന്ന വർഗീകരണ കാഴ്ചപ്പാട് ചില പ്രത്യേകതരം തത്വചിന്തകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. സഭാസ്വത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ ദൈവജനത്തിനു വേണ്ടി സഭാ നിയമപ്രകാരം വൈദികർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നു എന്നത് സത്യമാണ്. കേരള കത്തോലിക്കാ സഭയുടെ സാമ്പത്തികമായ ഉന്നമനത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വൈദികരുടെ നിസ്വാർത്ഥമായ ഈ സേവനത്തെ തിരിച്ചറിയാനും കഴിയും. സഭാസ്വത്ത് ആർജിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരുടെ അശ്രദ്ധയും ആലോചനയില്ലായ്മയും ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട്. ഭൗതിക സ്വത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ എല്ലായ്പ്പോഴും സമ്പൂർണമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതല്ല. വലുതും ബോധപൂർവകവുമായ നഷ്ടങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സഭാ നിയമം തന്നെ പറയുന്നുമുണ്ട്. അതേസമയം സാമ്പത്തികമായ നഷ്ടം സഭയുടെ ആത്മീയ വളർച്ചയിലും കൂട്ടായ്മയിലും സഭാത്മക കാഴ്ചപ്പാടിലും അത്ര വലിയ ഒരു കാര്യമല്ല എന്നത് ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. സാമ്പത്തിക മേഖലയിലുള്ള വീഴ്ചകളും പ്രതിസന്ധികളും കൈകാര്യം ചെയ്യുന്നതിനുള്ള സഭാ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത്. എന്നാൽ ചില രൂപതകളിലോ സ്ഥാപനങ്ങളിലോ ഉണ്ടായ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികളെ സാമാന്യവൽക്കരിക്കുന്നതും സഭയുടെ പൊതുജീവിതത്തെ മുന്നോട്ടു പോകാനാവാത്ത വിധം വിമർശനങ്ങളുടെ ശരശയ്യയിൽ തറച്ചിടുന്നതും സാംസ്കാരികമായി വളർന്ന ഒരു സമുദായത്തിന് അനഭികാമ്യമാണ്. ജനാധിപത്യ സംവിധാനമനുസരിച്ച് സ്വത്തുക്കൾ കൈകാര്യം ചെയ്താൽ സഭയിലെ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ കൈകാര്യം ചെയ്യുന്നവർക്ക് സത്യസന്ധതയും
ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും മറ്റുമില്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ലെന്ന് നമ്മുടെ രാജ്യത്തെ അനുഭവം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സഭ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൻ്റെ ഒരു ക്രമമല്ല പിന്തുടരുന്നത്. കാരണം അതിന് സിവിൽ സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രകൃതിയാണുള്ളത്. എങ്കിലും പല കാര്യങ്ങളിലും ജനാധിപത്യ രീതികൾ തന്നെയാണ് സഭയിൽ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന്, ഒരിടവകയിലെ സ്വത്തുക്കൾ എങ്ങനെയെല്ലാം വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇടവകയിലെ ജനാധിപത്യ ശൈലിയിലുള്ള നൈയാമിക സമിതികളാണല്ലോ. സഭയുടെ പ്രത്യേക നൈയാമിക പ്രകൃതി കാരണം അതിൽ വികാരിയുടെയും രൂപതാധ്യക്ഷൻ്റെയും മറ്റും അധികാരം നിർണായകമാണ് എന്ന് മാത്രം. സിവിൽ അധികാരങ്ങളും സിവിൽ നിയമങ്ങളും അപ്രകാരം അനുശാസിക്കുന്നു എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതും എളുപ്പമല്ല. ഇന്നത്തെ സിവിൽ കാനൻ നിയമ സംവിധാനത്തിൽ സഭാ സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യൽ പൂർണ്ണമായും ജനാധിപത്യപരമാക്കുക സാധ്യമല്ല. സിവിൽ തലത്തിലും അത് സാധ്യമല്ല. കാരണം അവിടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാത്രമാണ് നടക്കുക. ഒരു നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. ഭരിക്കുന്ന കക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് ബാക്കി ആരെല്ലാം എതിർത്താലും നിയമവിധേയമായിട്ടാണെങ്കിലും അവർ അവർക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ നടത്തും. കത്തോലിക്കാ സഭയിലും ഇതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് ന്യായമായും ഊഹിക്കാവുന്നതാണ്. ഓരോ വിഷയത്തിലും ഓരോ വിവാദം വീതം രൂപപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സഭാസ്വത്തുക്കളുടെ ഭരണം സംബന്ധിച്ച നിയമങ്ങൾ സഭാ നിയമത്തിലും സിവിൽ നിയമത്തിലുമുള്ളത് നന്നായി പഠിക്കുകയും അവ നടപ്പാക്കാൻ ബന്ധപ്പെട്ടവരെ സഹായിക്കുകയും വേണ്ടി വന്നാൽ നിർബന്ധിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികൾക്ക് ഏറ്റെടുക്കാവുന്ന ഒരു ഉത്തരവാദിത്വമാണ്. സമിതികളിലും മറ്റും പങ്കെടുക്കാൻ അവകാശവും ഉത്തരവാദിത്വവുമുള്ളവർ തങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയും ഉത്തരവാദിത്വങ്ങൾ യഥാവിധി നിർവഹിക്കുകയും വേണം. സ്വാർത്ഥതയും ഭയവും ഈ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതം നടക്കുന്നുവെന്ന് അതാത് സമിതികളിലെ അംഗങ്ങൾ ഉറപ്പുവരുത്തണം. ഉദാഹരണമായി, ഒരു മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ മിനിറ്റ്സ് അടുത്ത മീറ്റിങ്ങിൽ വായിക്കുകയും മുമ്പെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെയും നടപ്പിലാക്കാതെ പോയതിൻ്റെയും അവലോകനങ്ങൾ നടത്തുകയും വേണം. അതാവശ്യപ്പെടാൻ യോഗ അംഗങ്ങൾക്ക് അവകാശവും കടമയുമുണ്ട്. അവരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല എങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ അതൊരു അജണ്ട വിഷയമായി കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അജണ്ടയിലേക്കുള്ള വിഷയങ്ങൾ മീറ്റിങ്ങിന് മുൻപായി എഴുതി കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളുടെ കണക്കുകൾ സിവിൽ നിയമങ്ങൾക്കും സഭാ നിയമങ്ങൾക്കും വിധേയമായി കൃത്യമായി എഴുതി സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് സമിതികളിലുള്ളവർ ഉറപ്പാക്കണം. ബില്ല്, രസീത്, വൗച്ചർ തുടങ്ങി ആവശ്യമായ എല്ലാ അനുബന്ധ രേഖകളും കണക്കിനോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പാക്കണം. സ്ഥാപനങ്ങളിൽ കിട്ടുന്ന തുകകൾ യാതൊരു കാരണവശാലും നോട്ടായി വാങ്ങാതെയും കൊടുക്കാതെയും ഇരുന്നാൽ ആ രീതിയിലുള്ള സുതാര്യതക്കുറവും സംശയങ്ങളും ഇല്ലാതാക്കാനും കഴിയും. ഒരു രൂപതയുടെ സ്ഥലം വിൽക്കാനുണ്ട് എന്ന പരസ്യത്തോട് പലരുടെയും പ്രതികരണം സമ്മിശ്ര രീതിയിലായിരുന്നു. തികച്ചും അയുക്തികമായ വാദപ്രതിവാദങ്ങളും പലയിടങ്ങളിലും കാണുകയുണ്ടായി. രൂപതയുടെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളുള്ളവർ അതാത് സമിതികളുടെ ആലോചനയോടും അനുവാദത്തോടും കൂടി തന്നെയാണ് ഇത്തരം നടപടികളിലേക്ക് നീങ്ങിയത് എന്നത് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിയമമനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ആ പരസ്യം പോലും. വിമർശിക്കുന്നവരാരും തന്നെ രൂപതാ സംവിധാനങ്ങളോട് ചോദിക്കുകയോ ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നതും ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ്. സഭയുടെ ഏത് നിയമപരമായ നടപടിക്രമങ്ങളെപ്പോലും വിമർശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന പുതുശൈലിക്ക് പിന്നിൽ ആലോചനാശൂന്യവും വൈദിക വിദ്വേഷപരവുമായ സമീപനങ്ങൾ മാത്രമാണ് ഉള്ളത്. സഭയുടെ ആത്മീയ കാര്യങ്ങളോട് അവഗണനയും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അമിത താൽപ്പര്യവും കാണിക്കുന്നവരുടെ ഗൂഢമുഖങ്ങളെ തിരിച്ചറിയുന്നതിന് വിശ്വാസികൾ തയ്യാറാകണം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും
നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.